ഇപ്പോൾ സൈബർ നിക്ഷേപങ്ങളിൽ മറുപടിയുമായി വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ കേൾക്കാമോ? കേൾക്കാം. അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം പറയുന്നത് ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി എന്ന് പരിശോധിക്കേണ്ടത് CPM ആണ്, അങ്ങയുടെ വാക്കുകൾക്കിടയിൽ വരികൾക്കിടയിൽ വാദിച്ചാൽ അതിന് മറുപടി ഉണ്ട് എന്നൊക്കെ പറയുകയായിരുന്നു. എന്താണെന്ന് മനസ്സിലായോ ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. അത് പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും വലിയ സൈബർ പറഞ്ഞതിന്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല, അങ്ങ് പറയൂ. അല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ വാർത്ത പുറത്തുപോയത് എങ്ങനെയാണെന്ന് CPM തന്നെ പരിശോധിക്കട്ടെ, ഇതാദ്യം വന്നത് എവിടെയാണെന്ന് CPM തന്നെ പരിശോധിക്കട്ടെ. മാത്രമല്ല താങ്കളുടെ ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ വാക്കുകൾക്കിടയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയും. എനിക്കത് മനസ്സിലായിരുന്നു, അതുകൊണ്ട് ഞാൻ താങ്കളോട് ചോദിച്ചത്. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ ഈ വാർത്ത പുറത്തുപോയത് എങ്ങനെയാണെന്ന് CPM പരിശോധിക്കട്ടെ എന്ന ഒരു അറിയാവുന്ന കാര്യം ഞാൻ വ്യക്തമാക്കാം. പ്രതിപക്ഷ നേതാവിനുള്ള മറുപടിയല്ല, അറിയാവുന്ന കാര്യം. എൻ്റെ നിരീക്ഷണത്തിൽ ഇത് അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണം, ഒരു വ്യാജ പ്രചരണത്തിന് കഴിയും വിധം ഇത് തയ്യാറാക്കിയത് ശ്രീ MP ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ, അത് പറവൂര് പെരുമ്പടന്ന എന്ന സ്ഥലത്തിന് സമീപം താമസിക്കുന്ന ഒരു നാടക ഏജന്റ് കൂടിയായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന പ്രവർത്തകനാണ്. അദ്ദേഹം നടത്തിയ FB പോസ്റ്റാണ് പിന്നീട് സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തത്. പിന്നീട് ചില പത്രങ്ങളും ഇത് ഏറ്റെടുക്കുകയുണ്ടായി. MP ഗോപാലകൃഷ്ണൻ FB പോസ്റ്റ് നടത്തുമ്പോൾ വ്യക്തിപരമായി ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ലെങ്കിലും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിൽ ആളുകൾക്ക്, ശ്രോതാക്കളിൽ അല്ലെങ്കിൽ വായനക്കാരിൽ മനസ്സിലാകും വിധമാണ് അദ്ദേഹം അത് തയ്യാറാക്കിയത്. പിന്നീട് സോഷ്യൽ മീഡിയ പ്രചരണം വരുമ്പോൾ എൻ്റെ ഫോട്ടോ വെച്ചും പേര് വെച്ചും എല്ലാം പല ആളുകളും അത് ഏറ്റെടുത്ത് പ്രചരണം നടത്തുകയുണ്ടായി. അതിൽ ഏറ്റവും മ്ലേച്ഛമായ പ്രചരണത്തിന് ആക്കം കൂട്ടിയത് ശ്രീ ഷാജഹാൻ എന്ന് പറയുന്ന മുതിർന്ന സാമൂഹ്യ പ്രവർത്തകനായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷം എന്ന ഓൺലൈൻ ചാനലിലൂടെയാണ് അദ്ദേഹം ഇത് നടത്തിയത്. ഇതൊരു തെറ്റായ രീതിയാണ്. ഈ ഗോപാലകൃഷ്ണൻ ഇടുന്നത് അദ്ദേഹം പറയുന്നത് 1 മാസം മുമ്പാണ് ഇട്ടത്, അന്ന് പക്ഷേ അദ്ദേഹം അത് പിൻവലിച്ചു. കാര്യം ഗോപാലകൃഷ്ണൻ പറയുന്ന അദ്ദേഹത്തിന് അത് കിട്ടുന്നത് അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ ഒരു CPM നേതാവാണ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തത്, നിങ്ങളുടെ ഏതോ ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോയതാണ് എന്നൊക്കെയാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. മാത്രമല്ല ഒരു മാസം മുമ്പിട്ട് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ. അങ്ങനെ അറിവുണ്ടോ? ശരി, അപ്പോൾ MP ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കാമല്ലോ. ഇത്രയും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സമൂഹത്തിൽ 2 കുടുംബങ്ങളെ തകർക്കാനും നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ഇട നൽകുന്ന ലഭ്യമായ അടിസ്ഥാനമില്ലാത്തൊരു വിവരം ഇനി CPMൻ്റെ അകത്തുനിന്ന് ആരെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞ് അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ പാടില്ലല്ലോ. ഗോപാലകൃഷ്ണൻ തുറന്നു പറയട്ടെ. ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ഇതുപോലുള്ള ദുഷ്പ്രചരണങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലല്ലോ. സമൂഹം നിരുത്സാഹപ്പെടുത്തണ്ടേ? കോൺഗ്രസ് പാർട്ടിയോടും സമൂഹത്തോടും എന്തെങ്കിലും ഉത്തരവാദിത്വം ശ്രീ ഗോപാലകൃഷ്ണൻ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. CPMൻ്റെ ഏത് നേതാവാണ് ഇങ്ങനെ നൽകിയതെന്ന് അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന്റെ പക്കൽ ഇപ്പോഴും തെളിവൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. CPM നേതാവ് അത് അയച്ചു കൊടുത്തതിന്. ഇത് ഇപ്പോഴത്തെ കാര്യമല്ല, ഇപ്പം KM ഷാജഹാൻ ഇടുന്നു, അതിന് 1 മാസം മുമ്പത്തെ കാര്യം എന്താണ് പറയുന്നത് ഗോപാലകൃഷ്ണൻ? ശരി, അദ്ദേഹം ഞാനിപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ DGPക്കും മുഖ്യമന്ത്രിക്കും വൈപ്പിനുൾപ്പെടുന്ന മുനമ്പം DYSPക്കും ആലുവ SP-ക്കും എല്ലാം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെയും വിളിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ആ തെളിവുകളൊക്കെ നിരത്താം. എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ശക്തികളെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ നിയമ പോരാട്ടവും അതുപോലെ രാഷ്ട്രീയമായി ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടെങ്കിൽ രാഷ്ട്രീയമായി ഇതിനെ നേരിടാനുമാണ് ഞാനും എൻ്റെ പ്രസ്ഥാനവും തീരുമാനിച്ചിട്ടുള്ളത്. ഏതോ പത്രത്തിൽ വന്നിരുന്നല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ ഉണ്ണികൃഷ്ണൻ, അത് ഏത് പത്രമാണെന്ന് അറിവുണ്ടോ? ആ പത്രത്തിനെതിരെ പരാതി കൊടുക്കുന്നുണ്ടോ? പത്രം ഏതാണെന്ന് ഞാനൊരു നിഗമനത്തിലെത്തിയിട്ടില്ല. പത്രത്തിൻ്റെ കട്ടിങ്സ് എൻ്റെ അടുത്തുണ്ട്, വേറെ സുഹൃത്തുക്കൾ അയച്ചു തന്നതാണ്. അത് ഏത് പത്രമാണെന്ന് ഞാൻ സ്ഥിരീകരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ സോഷ്യൽ മീഡിയയിൽ തലയും വാലും ഇല്ലാതെ കൊടുത്ത പോസ്റ്റ് പോലെ അല്ല, ഒരു പത്രം കൊടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ആധികാരികം എന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടാവില്ലേ? അപ്പോൾ പത്രം അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ പത്രം ഏതാണെന്ന് കരുതി പത്രത്തിനെതിരെ പരാതി കൊടുക്കുമോ? തീർച്ചയായും. അത് പത്രം മാത്രമല്ല, ഓൺലൈൻ ചാനലുകളാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാത്തിനും തെളിവുകളും അതിന് ആധികാരികമായ ഒരു ഇത് ഉണ്ടാകണം, തലം ഉണ്ടാകണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത അതാണല്ലോ, അങ്ങനെ ഒരു തലമില്ലല്ലോ. സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, അതേപോലെ തന്നെ പരിമിതികളുണ്ട്. അതിനെ നന്നായി ഉപയോഗിക്കാം, ദുരുപയോഗം ചെയ്യാം. അതിൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു
സെറ്റ് ആളുകളാണ് ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അവരെ ഏതെങ്കിലും രാഷ്ട്രീയ ശക്തികൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അന്വേഷണത്തിലൂടെ മാത്രമല്ലേ വ്യക്തമാക്കാൻ പറ്റൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.